മലയാളി ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇറ്റാനഗറിലെ ഒരു ഹോട്ടലിലായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, അധ്യാപിക ആര്യ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവിയുടെ സ്വദേശം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സ്വദേശിയായ ദേവിയും ഭർത്താവും നവീനും ഒന്നിച്ചായിരുന്നു അവർ താമസിച്ചിരുന്നത്, തിരുവനന്തപുരത്ത് തന്നെ. പിന്നീട് വിനോദയാത്രയ്ക്കെന്ന പേരിലാണ് ഇവർ യാത്ര തിരിക്കുന്നത്. ആദ്യം അരുണാചൽ പ്രദേശിലേക്കാണ് അവരുടെ യാത്ര എന്ന കാര്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല. അവർ യാത്ര ചെയ്തത് കൊൽക്കത്തയിലേക്കും പിന്നീട് അസം വഴിയും ഒടുവിൽ ഇറ്റാനഗറിലേക്ക് അവർ എത്തി എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവർക്കൊപ്പം തിരുവനന്തപുരത്തെ സുഹൃത്തായ ഈ അധ്യാപിക ആര്യ എന്ന അധ്യാപിക എങ്ങനെ എത്തി എന്ന ചോദ്യമാണ് സംശയകരമായി നിൽക്കുന്നത്. ഒപ്പം ആര്യയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ ദാരുണ സംഭവം ഇപ്പോൾ പുറത്താവുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ എന്താണ് സംഭവിച്ചത്? ബ്ലാക്ക് മാജിക് പോലെ ചില ഇടപെടലുകൾ ഈ മരണത്തിനിടയാക്കി എന്ന സംശയമുണ്ട്. ഒരുപക്ഷെ ആത്മഹത്യയാവാം. അങ്ങനെയെങ്കിൽ ആത്മഹത്യക്ക് ഇടവെച്ചത് ഇത്തരം സാധ്യതകളാണോ അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങളാണോ എന്ന സംശയം തീർച്ചയായിട്ടും ഉയർന്നു വരികയാണ്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം സംസ്ഥാന പോലീസ് സേനയെ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം ആ കുടുംബത്തെ പിന്നീട് അറിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനുള്ളിൽ കേരള പോലീസ് സംഘം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വീട് നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ തന്നെ അരുണാചൽ പ്രദേശിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം ആയിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരിക. എന്തായാലും കുടുംബം ഞെട്ടലിലാണ്. തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും കുടുംബങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു, അയൽവാസികളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. എന്തായാലും വലിയ ഞെട്ടലിലാണ് ഈ കുടുംബം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യമാണ് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. വിദ്യാഭ്യാസം നേടിയ ആയുർവേദ ഡോക്ടർമാരായ ഈ ദമ്പതിമാർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്തതിന് ബ്ലാക്ക് മാജിക് കാരണമായെങ്കിൽ എങ്ങനെയാണ് ഇവർ അതിലേക്ക് എത്തിപ്പെട്ടത് എന്ന ഞെട്ടിക്കുന്ന കാര്യമായി ഇത് മാറുകയാണ്. ബി വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിനോദ്, ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കേരള പോലീസ് സംഘം അരുണാചൽ പ്രദേശിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായേക്കാം. ഒപ്പം കൂടുതൽ അവിടുന്ന് മൃതദേഹത്തിന്റെ പരിശോധനയിൽ നിന്ന് ലഭിച്ച മറ്റ് വിശദാംശങ്ങളുമൊക്കെ കേരള പോലീസുമായി പ്രാഥമികമായി പങ്കുവച്ചിട്ടുണ്ടാകണം, അല്ലേ വിനോദ്? സൈത്ത്, നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അരുണാചൽ പ്രദേശിലെ ബ്ലൂ പൈൻ എന്ന ഹോട്ടലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. 305 നമ്പർ മുറിയിലായിരുന്നു മൃതദേഹങ്ങളെന്ന ഒരു പ്രാഥമികമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ 3 മൃതദേഹങ്ങൾ പല ഇടങ്ങളിലായിരുന്നു. ആര്യയുടെ മൃതദേഹം കട്ടിലായിരുന്നു. അതോടൊപ്പം തന്നെ ദേവിയുടേത് നിലത്തായിരുന്നു. നവീൻ്റേത് കുളിമുറിയിലായിരുന്നു എന്ന തരത്തിലുള്ള വിവരം. 3 സ്ഥലങ്ങളിലായാണ് ഈ മൃതദേഹങ്ങൾ കിടന്നിരുന്നതെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇവർ രക്തം വാർന്നാണ് 3 പേരുടെയും മരണം സംഭവിച്ചിട്ടുള്ള ആ വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇത് സ്വയം ഇവർ മുറിപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ പരസ്പരം ശരീരത്തിൽ ഇവർ പരിക്കേൽപ്പിക്കുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇതിനടിസ്ഥാനമായി എന്ന് കരുതുന്നത് ബ്ലാക്ക് മാജിക് ആണ്, മന്ത്രവാദം പോലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചെയ്തികൾ എന്തായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പലർക്കും ഞെട്ടലാണ്. കാരണം വിദ്യാസമ്പന്നരാണ്, സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിലാണ്. ഇവർ കത്തെഴുതി വെച്ചിരുന്നതിൽ പോലും ഞങ്ങൾക്ക് കടങ്ങളില്ല, ഞങ്ങൾ ഇതുവരെ സന്തോഷത്തോടെ ജീവിച്ചു, ഇനി അവസാനിപ്പിക്കുന്നു. ഈ 3 പേരും ഒരു കത്തിൽ തന്നെ എഴുതി ഒപ്പിട്ടിരുന്നതായ വിവരവും, ഈ എഴുതിയിരുന്ന കത്തിൽ ഈ 3 പേരും ഒപ്പുവെച്ചിരുന്നതായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആ നിലയ്ക്കാണ് വിചിത്രമായ സാഹചര്യമാണ്. ആര്യയെ ഇവിടെ നിന്ന് കാണാതാകുന്നു, വീട്ടിൽ പറയാതെയാണ് പോകുന്നത്. ആര്യയ്ക്ക് 20 വയസ്സെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പേർക്കും 30 വയസ്സിന് മുകളിലുണ്ട്. ഇവർ ദേവിയും ആര്യയും ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. ദേവി ജർമ്മൻ പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ്. ആര്യയാകട്ടെ ഫ്രഞ്ച് പഠിപ്പിക്കുകയായിരുന്നു എന്ന വിവരം. ഇവർക്ക് സൗഹൃദമുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഇവർ തമ്മിൽ കണ്ടിരുന്നില്ല. എന്നാൽ ഫോണിലൂടെ ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഇവരുടെ ഫോണുകൾ അരുണാചൽ പ്രദേശിൽ പോലീസ് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ തരത്തിൽ മന്ത്രവാദവുമായി, ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ പരിശോധിച്ചിരുന്നുവെന്ന വിവരം പുറത്തു വരുന്നത്. ഇവർ എങ്ങനെ അരുണാചൽ പ്രദേശിലെത്തി, അവിടേക്ക് ഇവരെ നയിച്ച ചേതോവികാരം എന്താണ്, എന്തുകൊണ്ട്
ഇവർ ആദ്യം അസമിൽ പോവുകയും അവിടെ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോവുകയും ചെയ്തു. അത് ആത്മഹത്യയെങ്കിൽ ഇവർ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇടം തിരഞ്ഞെടുത്തു? അവിടെ ആർക്കെങ്കിലും ഇവരുമായി ബന്ധമുണ്ടോ? ഇവരെ സ്വാധീനിച്ച് അവിടെ എത്തിയതാണോ? മറ്റേതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇവർ സഞ്ചരിച്ച്, അതായത് ഇവർ കാലങ്ങളായി അത്തരത്തിലുള്ള ഗെയിമിലോ മറ്റോ ഉൾപ്പെട്ട് ഇവർ അവിടെ എത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് തന്നെ കേരള പോലീസിന്റെ സംഘം അരുണാചൽ പ്രദേശിലേക്ക് പോകും. വലിയ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളാണ്, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു ഒന്നും അത്തരത്തിലില്ല. പഠനകാലത്ത് മികവ് പുലർത്തിയ യുവതി യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ ഈ ഒരു കാര്യത്തിൽ ചെന്ന് വീണു എന്നത് സംബന്ധിച്ചുള്ള അമ്പരപ്പാണ് അവശേഷിക്കുന്നത്. അവിടെ ഇവർ ആരെങ്കിലും ഒരാൾ ആദ്യം ഇതിലേക്ക് പോവുകയും മറ്റു രണ്ടുപേരെ അതിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നോ? അതല്ല, ഈ 3 പേരും ഒരുമിച്ച് മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. സൈത്ത് ആ നിലയ്ക്കുള്ള പോലീസ് അന്വേഷണമാണ് പ്രാഥമികമായി നടക്കുന്നത്. കേരള പോലീസും അരുണാചൽ പ്രദേശിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സരിത്ത്, വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ട വിവരങ്ങൾ അങ്ങനെയാണ്. വി അരുൺ കൂടിയുണ്ട്. അരുൺ, നേരത്തെ ഈ കുടുംബവുമായി ആ പിതാവുമായി സംസാരിച്ച ശേഷം സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞ ഒരു കാര്യങ്ങളിൽ മക്കൾ ബ്ലാക്ക് മാജിക്കിൽ പെട്ടുപോയി എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘമാണ് വിവരം തരേണ്ടത്. എന്നിരുന്നാൽ കൂടിയും ചില സൂചനകളിലേക്ക് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ കുടുംബം ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെയും അതിൽ ഇടപെട്ടിരുന്നു എന്ന കാര്യം കുടുംബം മനസ്സിലാക്കിയിരുന്നു. അതായത് പിതാവ് അടക്കമുള്ളവർ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെയെങ്കിൽ അതുവഴിയുള്ള ബന്ധമായിരിക്കാം ഒരുപക്ഷെ പിന്നീട് ആര്യയിലേക്കും ഉണ്ടായത്. അങ്ങനെയൊക്കെ കരുതേണ്ടി വരും, അല്ലേ അരുൺ? കുടുംബം അത്തരമൊരു സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ കുടുംബത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമല്ലെന്ന് കൂടി ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അത്തരമൊരു സംശയവും നേരത്തെ ഇവർ പ്രണയവിവാഹിതരായി അതിനുശേഷം മതം മാറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കുടുംബത്തിന് അറിവില്ല. സൂര്യകൃഷ്ണമൂർത്തിക്ക് എങ്ങനെയാണ് വിവരം കിട്ടിയെന്ന കാര്യത്തിലൊക്കെ ചില ഇദ്ദേഹത്തിന്റെ ബാലൻ മാധവന്റെ സുഹൃത്തുക്കൾ തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒന്നും തങ്ങൾക്ക് അറിയില്ല എന്നൊരു നിലപാട് കൂടി ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഇവിടെ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ബാലൻ മാധവനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ പങ്കുവയ്ക്കുന്നില്ല. മകൾ പ്രണയിച്ച് വിവാഹം കഴിച്ചു, പ്രണയം പറഞ്ഞപ്പോൾ തന്നെ വിവാഹം നടത്തിക്കൊടുത്തതിന്റെ അപ്പുറത്തേക്ക് കാര്യമായ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലേക്കുള്ള അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും കുടുംബത്തിന് അറിയില്ല എന്ന ഒരു നിലപാടാണ്, അഭിപ്രായമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് സൂര്യകൃഷ്ണമൂർത്തി അവരുടെ കുടുംബത്തിന്റെ അടുത്ത സുഹൃത്തായ സൂര്യകൃഷ്ണമൂർത്തി തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായും മുന്നോട്ട് പോകേണ്ടതുണ്ട്. വട്ടിയൂർക്കാവ് പോലീസ് ലഭിച്ച പ്രാഥമിക വിവരവും 3 പേർ ആത്മഹത്യ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഏതായാലും അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ ഇവിടെ ഉദ്യോഗസ്ഥർ 7 മണിക്കുള്ള ഫ്ലൈറ്റിൽ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന ശേഷമാകും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുക. ഏതായാലും കുടുംബാംഗങ്ങൾക്ക് ഇതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിരുന്നു. ഇവർ യാത്ര പോകുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളതായോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് കാസ്റ്റ് പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഇവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമൊന്നും വീട്ടുകാർക്ക് അറിയാതിന്റെ വിവരമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ചില പ്രധാനപ്പെട്ട വ്യക്തികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായ ഒരു നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ആളുകൾ ഇദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധു തന്നെ അരുണാചൽ പ്രദേശിലേക്ക്, ബാലൻമാധവന്റെ അടുത്ത ബന്ധു തന്നെ അരുണാചൽ പ്രദേശിലേക്ക് തിരിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും അവിടേക്ക് പോയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ തലത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണവും അതുപോലെ തന്നെ ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ സർക്കാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ 3 പേരും 2 പേരും ഡോക്ടർമാരായിരുന്നു, ആയുർവേദ ഡോക്ടർമാരായിരുന്നു. അതിനുശേഷം ആ രംഗം തന്നെ ഉപേക്ഷിച്ച അധ്യാപികയായിട്ടാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് മറ്റു പെൺകുട്ടിയുമായും ഇവർ ബന്ധത്തിൽ അടുപ്പമുണ്ടായത്, സൗഹൃദമുണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ഇവർ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ തീരുമാനിച്ചത്? വിനോദയാത്രയ്ക്കെന്ന് പറയുമ്പോഴും
ഇവിടെ നിന്ന് അത്തരമൊരു വിവരമുണ്ട്. അതിനപ്പുറത്തേക്ക് ആര്യയുടെ വീട്ടിൽ ദേവിക വിനോദയാത്ര പോകുന്നു എന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നു. ആര്യ അങ്ങനെയും അറിയിക്കാതെയാണ് വീട്ടുകാരോട് പറയാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാൻ മിസ്സിംഗ് കേസാണ് ആദ്യം വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഫോൺ രേഖകളും മറ്റും പരിശോധിക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നത്. പിന്നീട് ഗുവാഹട്ടിയിലേക്ക് ഇവർ ഒരുമിച്ച് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യവും പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഒരുമിച്ചാണ് ഉള്ളതെന്ന കാര്യം പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായത്. അതിനൊടുവിലാണ് ഈ ഒരു ആത്മഹത്യ വിവരം അരുണാചൽ പ്രദേശ് പോലീസിൽ നിന്ന്, ഇറ്റാനഗർ പോലീസിൽ നിന്ന് വട്ടിയൂർക്കാവ് പോലീസിന് ലഭിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ, ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതും സഹിത. യെസ്, അരുൺ സൂചിപ്പിക്കുന്നത് പോലെയാണ്. എന്തായാലും ഇതിൽ ബ്ലാക്ക് മാജിക്കിന്റെ സാധ്യത എന്നത് പോലീസോ മറ്റ് അധികൃതരോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തുന്ന അസാധാരണത്വം തോന്നുന്ന ചില പാടുകൾ, ഒപ്പം തന്നെ ഈ ഫാമിലിയുടെ ചില ഇടപെടലുകൾ, ഇതൊക്കെയാണ് സംശയം ജനിപ്പിക്കുന്ന കാര്യം. ഒപ്പം കുടുംബ സുഹൃത്തായ വ്യക്തി സൂര്യകൃഷ്ണമൂർത്തി മാധ്യമങ്ങളോട് പ്രതികരണത്തിലും അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കുടുംബത്തിന്റെ മറ്റാരെങ്കിലുമോ പോലീസ് അധികൃതരോ ഒന്നും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പുറത്തുവരുന്ന ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ കുറിപ്പിൽ തങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന സൂചന ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യ തന്നെ ആവാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. നമുക്ക്